له العين عين الهاء والهاء عينه له الكعبة العليا له بيت مقدسي له طيبة الطيبة ودار مقامتي له الخلد والفردوس خير معرسي له നബിയുടേത് തന്നെയാണ് ത്വയ്ബത്തു ത്വയ്ബ സൗഗന്ധികത്തിന്റെയും സൗഗന്ധികമായ മദീന പട്ടണവും മദീനയും ഒക്കെ നബിയുടേതാണ്. കഅബ നബിയുടേതാണ്. ബൈത്തുൽ മുഖദ്ദസ് നബിയുടേതാണ്. പിന്നെയോ മദീനത്തു ത്വയ്ബയും ആരുടെ തന്നെ? ഭൂമിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 സ്ഥലം, അതിന്റെ 3ന്റെയും ഉടമക്കാരൻ മുഹമ്മദ് നബിയാണ്. എന്നെന്നും നിലനിൽക്കേണ്ട വീടുണ്ടല്ലോ, ആ വീടും നബിയുടേതാണ്. ആ വീടിൽ ഞങ്ങൾക്കും പ്രവേശനം നൽകണമേ യാ റസൂലല്ലാഹ്. ലഹു നബിയുടേത് തന്നെയാണ് ദാറു മുഖാമത്തിൻ, എന്നെന്നും സ്ഥിരമായി താമസിക്കാനുള്ള വീടും. അതേതാ? ജന്നത്തുൽ മഅ്വ. അള്ളാഹുവിടെ നമ്മൾ എത്തിച്ചേരട്ടെ. ഒക്കെ നബിയുടേതാണ്, ഒക്കെ നബിയുടേതാണ്, എല്ലാ നബിയുടേതാണ്. ഒക്കെ ഉടമക്കാരൻ ആരാണ്? ആ ഡിപ്പാർട്ട്മെന്റ് അള്ളാഹിന്റെ മുതലല്ലേ ആണ്. പക്ഷേ ഡിപ്പാർട്ട്മെന്റ് നബി കൊടുത്തതാണ്. ഇന്ന അഅതൈനാക്കൽ കൗസർ. കൗസറിന് ഡിപ്പാർട്ട്മെന്റ് ആരെ ഏൽപ്പിച്ചു? ഉടമക്കാരൻ നബി അല്ല എന്നല്ല, അള്ളാഹ് അല്ല എന്നല്ല, അത് തന്നെ. എല്ലാ കേരളത്തിലെ എല്ലാ വകുപ്പും ശ്രദ്ധിക്കേണ്ടത് മുഖ്യമന്ത്രിയല്ലേ. എന്നാ വിദ്യാഭ്യാസം ഒരാൾക്ക് കൊടുക്കും, പൊരുമരാമത്ത് ഒരാൾക്ക് കൊടുക്കും. അതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? അതിൻ്റെ അർത്ഥം അയാൾക്കും തീരെ എഴുതി കൊടുത്തു എന്നല്ല. അയാളാണ് ആ കാര്യം കൈകാര്യം ചെയ്യേണ്ടത്. അയാളെ പ്രത്യേകമായി ഏൽപ്പിച്ചു. ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ കാര്യം ആരേൽപ്പിച്ചിട്ടുണ്ട്? മുഹമ്മദ് മുസ്തഫാനെ. ലഹുൽ കഅബത്തുൽ അലിയ ലഹു ബൈത്തു മഖ്ദിസി ലഹു ത്വയ്ബത്തു ത്വയ്ബ വദാറു മുഖാമതി ലഹുൽ ഖുൽദു വൽ ഫിർദൗസ് ഖൈറു മുഅറസി. ലഹു നബിയുടേത് തന്നെയാണ് അൽ ഖുൽദു, ശാശ്വതവാസവും. ഒരാൾക്ക് ശാശ്വതമായി സന്തോഷിച്ച് വസിക്കണമെങ്കിൽ ആരിൽ നിന്ന് സമ്മതം കിട്ടണം? നബിയിൽ. അതിൻ്റെ ഒക്കെ മന്ത്രി നബിയ. വൽ ഫിർദൗസും, മേലെയായ ഫിർദൗസ് കൊട്ടാരവും നബിയുടേതുടനെ. ഖൈറു മുഅറസി, ഇറങ്ങി താമസിക്കാവുന്നതിൽ ഏറ്റവും അത്യുത്തമമായ. ഖൈറു മൻസിലി എന്നർത്ഥം. ഇറങ്ങി താമസിക്കാവുന്നതിൽ ഏറ്റവും അത്യുത്തമമായ ഫിർദൗസും ആരുടേത് തന്നെ? നബിയുടേത് തന്നെ. പിന്നെ ഓട് എന്താ അതിൻ്റെയൊക്കെ അർത്ഥം? ലഹു ത്വയ്ബത്തു ത്വയ്ബ. ഇത് വേറൊരാള് എനിക്കർത്ഥം വെച്ച് തരാണെങ്കിൽ അയാൾക്ക് ഞാൻ എൻ്റെ കയ്യിലുള്ളതൊക്കെ കൊടുക്കും. നിങ്ങൾ എനിക്ക് തരാൻ വേണ്ടി പറയാനില്ല കേട്ടാ, അങ്ങനെയല്ല. മകന് ഫാത്തിഹ സൂറത്ത് പഠിച്ചപ്പോൾ അബൂ ഹനീഫ ഇമാമുള്ള മുതലൊക്കെ ആ ഉസ്താദിന് കൊടുത്തയച്ചു എന്നാണ്. ഞാൻ അപ്പം നിങ്ങളെ കയ്യിലുള്ളത് തരണമെന്ന് പറയല്ല, എനിക്കൊന്നും തരണ്ട. ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ ഒടിഞ്ഞു തൂങ്ങിയ മാതിരി ഇരിക്കല്ലേ, നിങ്ങളൊന്ന് ഉഷാറിലിരിക്കി. എന്തൊരു വർത്താനായി പറയണത്. ലഹു ത്വയ്ബത്തു ത്വയ്ബ വദാറു മുഖാമതി ലഹുൽ ഖുൽദു വൽ ഫിർദൗസ് ഖൈറു മുഅറസി. ഖൈറു മുഅറസ്, ഇറങ്ങി താമസിക്കാവുന്നതിൽ ഏറ്റവും അത്യുത്തമമായ ഫിർദൗസും ലഹു നബിയുടേതാണ്. അൽ ഖുൽദു, ശാശ്വതവാസം. വൽ ഫിർദൗസ്, ഫിർദൗസ്. ഏതാണ് ഈ ഫിർദൗസ്? ഖൈറു മുഅറസിൻ, ഇറങ്ങി താമസിക്കാവുന്നതിൽ ഏറ്റവും അത്യുത്തമമായ ഫിർദൗസും ആരുടേത് തന്നെ? എല്ലാം നബിയുടേതാണ്. അതൊക്കെ ആലമീന്റെ പരിധിയിലാണ്. നബിയാകട്ടെ അതിൻ്റെ ഒക്കെ റഹ്മത്ത് കൊടുത്ത ആളുമാണ്. പിന്നെ നബിയുടേതാണ്, രക്ഷയുടെ വീട്. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. ഖുർആൻ, അള്ളാഹു നിങ്ങളെ രക്ഷയുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. സ്വർഗത്തിന്റെ കൊട്ടാരങ്ങളാ രക്ഷയുടെ വീട്. അതും ആരുടേതാണ്? നബിയുടേതാണ്. പിന്നെ അദിൻ എന്ന തോട്ടവും, ജന്നാത്തു അദിൻ, ഏദൻ തോട്ടം, മനസ്സിലായില്ലേ? ഏദൻ തോട്ടവും ജന്നാത്തു അദിൻ എന്ന സ്വർഗവും. അതിനുശേഷം ദാറുസ്സലാമും നബിയുടെ തന്നെയാണ്. ഓ ഉസ്ലിഫത്ത്, ആ സ്വർഗത്തെ അടുപ്പിക്കപ്പെട്ടിട്ടുണ്ട് നബിയിലേക്ക്. ഓ മുദ്ദാഹൻ ഓ തെൽമിസു, ആ സ്വർഗത്തെ അടുപ്പിക്കപ്പെട്ടിട്ടുമുണ്ട്. ഓ തെൽമിസു, ആ സ്വർഗം തേടുന്നുണ്ട്. മുദ്ദാഹൻ, നബിയെ പ്രശംസിക്കുന്നവരെ. മുദ്ദാഹൻ ലഹു, നബിയെ പ്രശംസിക്കുന്നവരെ അന്വേഷിച്ച് നടക്കാൻ ആര്? സ്വർഗം.
നബിയെ ഒരാള് പ്രശംസിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ അടിമയാകാൻ നടക്കുകയാണ് ആര്? സ്വർഗം. കാരണം സ്വർഗം നബിയുടെ അടിമയാണ്. നബിയുടെ അടിമയാണ് മുഅ്മിൻ. മുഅ്മിന്റെ അടിമയാണ് ആര്? സ്വർഗം. നിങ്ങളോട് മിഞ്ഞാത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞില്ലേ, നിൽക്കുന്നവൻ വരുന്നവന് സലാം പറയാൻ പ്രോട്ടോക്കോളിനെതിരല്ലേ? ആ പ്രസംഗം കേട്ടവരില്ലേ? ഞാൻ പറഞ്ഞല്ലോ, പ്രോട്ടോക്കോൾ തെറ്റിച്ചല്ലോ. കാവൽക്കാർ ഒരിക്കലും വരുന്നവർക്ക് സലാം പറയാൻ പാടില്ല. വരുന്നവർ അവിടെ എത്തുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയണ്ടല്ലേ? പ്രോട്ടോക്കോൾ ലംഘിച്ചു. ഇവിടെ സ്വർഗത്തിൻ്റെ വാതിൽക്കൽ നിൽക്കുന്ന മലക്കൾ സലാം പറയാണ് വരുന്ന മുഅ്മിനീങ്ങൾക്ക്. അത് പ്രോട്ടോക്കോളിനും എല്ലാ ഫിഖ്ഹിനും എതിരാണ്. എന്തുകൊണ്ട്? അവരോടുള്ള കൊതിയും അവരെ മഹത്വവും. അപ്പൊ ഈ കാവൽക്കാരായി നിൽക്കുന്നവരെക്കാളും മഹാനാണ് ആര്? മഹാന്മാരാണ് ആ വരുന്നത് മുഅ്മിനീങ്ങൾ. ലഹുൽ ഖുൽദു വൽ ഫിർദൗസു ഖൈറു മുഅറസി ദാറുസ്സലാമിൻ ബഅദ അദ്നിൻ മൗസിലിഫാത് വതൽമീസ് മുദ്ദാഹൻ ലഹു കുല്ല മൽമസി വതൽമിസു സ്വർഗം അന്വേഷിക്കുന്നുണ്ട്. മുദ്ദാഹൻ ലഹു നബിയെ പ്രശംസിച്ച് നടക്കുന്നവരെ കുല്ല മൽമസിൻ എല്ലാ അന്വേഷണവും സ്വർഗം അരിച്ച് പെറുക്കി അന്വേഷിക്കുക. എവിടെയെങ്കിലും ഇനി ഒരാൾ ഇടയിൽ പെട്ടുപോകരുത്. എൻ്റെ നബിയെ പ്രശംസിക്കുന്നവരൊക്കെ എനിക്കുള്ളിൽ കയറ്റണം. അതായത് ഒരു പോക്കാനെ പോകണം, പോരുന്നോല് പോരിട്ടാ അങ്ങനെയല്ല. പഴയ കാലത്തുണ്ടായിരുന്നു, 3 മണിക്ക് 2 മണിക്ക് നാട്ടിൽ നിന്ന് വണ്ടി പുറപ്പെടുന്നുണ്ട്, സംസ്ഥാന സമ്മേളനമുണ്ട് കടപ്പുറത്ത്, പോരുന്നോല് പോരിട്ടോ ആരെങ്കിലും പിന്നെ കയറ്റൂല, അപ്പോൾ പാഞ്ഞു കൂടണം. അങ്ങനെയല്ല. സ്വർഗം കട്ടിലടിയിൽ വരെ നോക്കുകയാണ് ആര്? ഏതെങ്കിലും മാതിഹ്യം അത് ചെയ്ത് അവിടെ തളർന്നു നിൽക്കണേ ഓനെടുത്ത് പോകണം. ഓവർലോഡില്ല, ആരെയും കയറ്റും സ്വർഗത്തിലേക്ക്. പക്ഷെ അവൻ ആരാകണം? മുദ്ദാഹൻ ലഹു നബിയെ പ്രശംസിക്കുന്നവനാണ്. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും 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 ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ. പറഞ്ഞോക്കെ ودارالسلام بعد عدن ووزلفت وتلميذ مداحا له كل ملمسي ومأوى وجنات النعيم تزينت ومأوى അഭയകേന്ദ്രവും നബിയുടേതാണ്. വജന്നാത്തു നഈമി അനുഭൂതിയുടെ സ്വർഗത്തോട്ടങ്ങളും നബിയുടേതാണ്. തസയ്യനത്ത് ആ സ്വർഗങ്ങളെല്ലാം അലങ്കൃതമായി നിൽക്കുകയാണ്. ലിഖാദിമിഹി നബിയുടെ സർവന്റിനെ സ്വീകരിക്കാൻ. തസയ്യനത്ത് സ്വർഗം അങ്ങനെ അഴക് കൂട്ടി നിൽക്കാണ്. നിന്നെ സ്വീകരിക്കാനടാ, നീ ആരായാ മതി? നബിയുടെ. അതാണ് അബ്ദുകൽ മിസ്കീനു യർജു ഫളിലകൽ ജമ്മൽ ഗഫീർ ഫീക ഖാദ് അഹ്സൻതു അന്നി യാ ബശീറു യാ നദീറു യാ നബി. എന്താ ഒരു ഈമാനില്ലാത്ത മാറ്റി? യാ ഹബീബ് സലാം അലൈക്കും വമഅവാ അഭയകേന്ദ്രമെന്ന ജന്നത്തുൽ മഅവയും നബിയുടേതാണ്. വജന്നാത്തുൻ നഈം അനുഗ്രഹങ്ങളുടെ പർദീസകളും നബിയുടേതാണ്. തസയ്യനത്ത് ആ അനുഗ്രഹങ്ങളുടെ സ്വർഗങ്ങൾ അഴകായി ഭംഗിപ്പെട്ട് അഴകാർന്ന് നിൽക്കുകയാണ്. നബിയുടെ സേവകനായ എന്നെ സ്വീകരിക്കാൻ വേണ്ടി. അങ്ങനെ അർത്ഥം വെക്കാം. ഏതൊരു ഖാദിമിനെയും സ്വീകരിക്കാൻ വേണ്ടി അങ്ങനെ അർത്ഥം വെക്കാം. പിന്നെ ആ സ്വർഗം അവർണ്ണനീയമാണ്. അലാ കുല്ലി മൽബസി, ഇന്ന് വരെ നിങ്ങൾ കണ്ട ഏത് വസ്ത്രത്തെക്കാളും അത് അഴകുള്ളതാണ് ആ സ്വർഗം. ഒരു വസ്ത്രം കണ്ടാൽ നമുക്കൊരു അഴക് തോന്നും. നിങ്ങൾ ഈ ജീവിതത്തിൽ കണ്ട എല്ലാ അഴകുള്ള വസ്ത്രത്തെക്കാളും അഴകുള്ളതായിരിക്കും അന്നത്തെ ദിവസം എന്ത്? സ്വർഗം. അത് അണിഞ്ഞൊരുങ്ങി നിൽക്കാൻ. ആരെ സ്വീകരിക്കാൻ? നബിയുടെ സെർവൻറ്റിനെ, നബിയുടെ സെർവൻറ്റിനെ, ഖാദിമിനെ സ്വീകരിക്കാൻ വേണ്ടി അഴകാർന്ന് നിൽക്കുക. അല്ലാഹു അതിൻ്റെ ഉള്ളിൽ കയറാൻ തൗഫീഖ് തരട്ടെ. അപ്പം നീ എന്താവണം? നബിയുടെ ഖാദിമാകണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. പിന്നെ ഒപ്പം തീർക്കണം. ولم يبغ غير الغير غيري അല്ല غير തിരുത്തിക്കാളി. ولم يبغ غير المصطفى وحبيبي
വലം യർള ബിൽ ഫിർദൗസി ദൂനാ തഖദ്ദുസി ലഹു മിന്നി അൽ യൗമാനി യൗമുൻ ബഖീതു വയൗമുൻ വാഫി ഫീ ഗൈറ മുകദ്ദസി വലം യബ്ഗി ഈ സേവകൻ ആഗ്രഹിച്ചിട്ടില്ല ഗൈറൽ മുസ്തഫ നബി അല്ലാത്ത ഒരാളെ ഹബീബിയെ നബിയെ പ്രേമിച്ച അഹമ്മദ് തിജാനി തങ്ങളെ അല്ലാതെയും. ഹബീബുള്ള ഉദ്ദേശം അഹമ്മദ് തിജാനി തങ്ങളാണ്. കവി എപ്പോഴും രണ്ടാളെ കൂടെയാണ്, നബിയുടെയും അഹമ്മദ് തിജാനി തങ്ങളുടെയും. തിജാനി തങ്ങളുടെ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രചാരകനാണ് ഇബ്രാഹിം നിയാസ് കൗലാഖി. ഭയങ്കര ആളാണ്. അള്ളാഹു അവരെ കൂട്ടത്തിൽ നമ്മൾ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. എനിക്കെൻ്റെ ആകെ പ്രതീക്ഷ ഈ കിതാബാണ്. അത് ഇബ്രാഹിം നിയാസ് തങ്ങളെ കിതാബാണ്. ഇബ്രാഹിം നിയാസിൻ്റെ കൈമൽ 10,000 കോടി ജനങ്ങൾ തൂങ്ങിയാലും ആ കൈ തളരൂല. അത്ര വലിയൊരു കൈയാണ് ഇബ്രാഹിം നിയാസിൻ്റെ. അപ്പോൾ ഇബ്രാഹിം നിയാസ് തങ്ങളുടെ കിതാബ് വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞു എന്നതാണ്. എത്ര ദുർബലമായ വ്യാഖ്യാനമാണെങ്കിൽ പോലും അവർ പൊരുത്തല്ലാത്തൊരാൾക്കതിന് കഴിയില്ല. അപ്പോൾ എനിക്ക് എൻ്റെ പ്രതീക്ഷ ഇബ്രാഹിം നിയാസിൻ്റെ കൈ പിടിക്കുന്ന തന്നെയാണ്. എനിക്കവരെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ സദസ്സിൽ ഇബ്രാഹിം നിയാസ് ഉണ്ടാവും തന്നെയാണ് എൻ്റെ വിശ്വാസം. അറിയല്ലാഹു സത്യം സത്യം അത്ര എനിക്കിഷ്ടമാണ്. എനിക്ക് ഈ ലോകത്ത് എന്തിനേക്കാൾ ഇഷ്ടം ഇബ്രാഹിം നിയാസിനാണ്. അങ്ങനെ ഇങ്ങനെ നബിയെ പ്രശംസിച്ച് നബി ലയിച്ച ഒരാളെ എൻ്റെ ആയുസ് ഞാൻ കണ്ടിട്ടില്ല. അപ്പം അവരെ എൻ്റെ കൈ പിടിക്കും, അത് ഉറപ്പാണ്. എനിക്ക് യാതൊരു പേടിയില്ല. നിങ്ങളെല്ലാവരും എനിക്കെതിരെ എന്ത് ചെയ്താലും ഞാൻ പൂച്ചനെ പിടിച്ച് മേലെ കിട്ട കാലുകുത്തി ചാലും കൂടെ ചാടുന്നതും എൻ്റെ കയ്യിൽ ഇബ്രാഹിം നിയാസ് ഇന്നും പിടിച്ചതുകൊണ്ടായിരിക്കും എന്നെൻ്റെ വിശ്വാസം. അവരത്ര ഇഷ്ടമാണ്. എനിക്ക് വേറെ ഒരാൾ ഇഷ്ടമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് അവർ ഭയങ്കര ഇഷ്ടമാണ്. അത്ര ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഭയങ്കര ആളാണ്. ولم يبغي غير المصطفى وحبيبه ولم يرض بالفردوس دون تقدس ولم يبغي ഈ സേവകൻ ആഗ്രഹിച്ചിട്ടില്ല ഗൈറൽ മുസ്തഫ നബിയെ അല്ലാതെ ഹബീബി നബിയുടെ ഹബീബായ അഹമ്മദ് തിജാനി തങ്ങളെ അല്ലാതെയും ആഗ്രഹിച്ചിട്ടില്ല. വലം യർള ഈ ഖാദിമായ ഇബ്രാഹിം നിയാസ് തൃപ്തിപ്പെട്ടിട്ടില്ല ബിൽ ഫിർദൗസി ജന്നത്തുൽ ഫിർദൗസ് കൊണ്ട് പോലും ദൂന തഖദ്ദുസി ആ പരിശുദ്ധതയുടെ വ്യക്തിത്വത്തെ കൂടാത്ത നിലയിൽ നബി ഇല്ലാത്തൊരു ഫിർദൗസ് എനിക്ക് വേണ്ട. എനിക്ക് നബി മതി. നരകത്തിലിരുന്നിട്ട് നബിയെ കാണാൻ കഴിഞ്ഞാൽ അതാണ് എൻ്റെ ആഗ്രഹം. എന്നാലും വേണ്ടില്ല എനിക്ക് നബിയെ കാണണം. ഞാൻ നബിയെ കാണാൻ പോവുക സ്വർഗത്തിലേക്ക്. വലം യബ്ഗി ഈ ഇബ്രാഹിം നിയാസ് ആഗ്രഹിച്ചിട്ടില്ല ഗൈറൽ മുസ്തഫ നബി അല്ലാത്ത വേറെ ആളെ ഹബീബി നബിയിൽ സമർപ്പിച്ച നബിയുടെ ഹബീബായ അഹമ്മദ് തിജാനി തങ്ങളെ അല്ലാതെയും. വലം യർള ഈ ഖാദിം ഇഷ്ടപ്പെട്ടിട്ടില്ല ബിൽ ഫിർദൗസി ജന്നത്തുൽ ഫിർദൗസ് കൊണ്ട് ദൂന തഖദ്ദുസി ആ തഖദ്ദുസിൻ്റെ പരിശുദ്ധതയുടെ വ്യക്തിത്വമായ മുഹമ്മദ് നബിയെ കൂടാത്ത നിലയിൽ എനിക്കെന്തു വേണ്ട? ഫിർദൗസും പോലും വേണ്ട. പിന്നെ ലഹു മിന്നിയൽ യൗമാനി യൗമുൻ ബഖീതു വയൗമുൻ വാഫി ഫീ ഗൈറ മുകദ്ദസി. അല്ലാഹ്, എന്താണ് ഇതിന്റെ അർത്ഥം? ലഹു നബിക്കാണ് മിന്നി എന്നിൽ നിന്ന് അൽ യൗമാനി എൻ്റെ 2 ദിവസവും നബിക്ക് ഞാൻ കൊടുത്തു കഴിഞ്ഞു. റൈസറാക്കി 2 ദിവസം എന്നിൽ നിന്ന് 2 ദിവസം. യൗമുൻ ബഖീതും ഏതാണ് ആ 2 ദിവസം? യൗമുൻ ബഖീതും ഞാൻ ഈ ദുനിയാവിൽ ശേഷിക്കുന്ന ഒരു ദിവസം. അത് ഇന്നാണെങ്കിൽ ഇന്ന്, നാളെ ശേഷിക്കോ? എന്റെ നാളെ നബിക്കാണ്. ഞാൻ ഇന്നലെ ശേഷിക്കുന്നോ? ആ നബിക്കായിരുന്നു. ഇന്ന് ഞാൻ ശേഷിക്കണ്ടോ? ആ നബിക്കാണ്. നാളെ ഞാൻ ഉണ്ടാവോ? അതും നബിക്കാണ്. ഞാൻ നബിക്ക് വേണ്ടി എല്ലാവരും ജീവിക്കൂല. രണ്ടാമത്തെ ദിവസം വേറെ ഏതാ? ഒരു ദിവസവും നബിക്ക് തന്നെയാണ്. വാഫി അന്ന് ഞാൻ പൂർത്തിയാക്കും. ഫീഹി ആ എൻ്റെ ഉത്തരവാദിത്തം ഞാൻ പൂർത്തിയാക്കുന്ന ദിവസം. എന്നോട് എന്ന് പറയുന്ന ദിവസം അന്ന് ഞാൻ നേരിട്ട് പൂർത്തിയാക്കി വിട്ടു. ആ ദിവസവും നബിക്ക് തന്നെയാണ്.
അതായത് ഞാൻ ഖബറിലെത്തുന്ന ദിവസം, ഞാൻ മാഷറിലെത്തുന്ന ദിവസം, ഞാൻ സ്വർഗത്തിലെത്തുന്ന ദിവസം, ഞാൻ ഹൗദുങ്കലിലെത്തുന്ന ദിവസം, ഞാൻ സിറാത്ത് പാൽ കയറുന്ന ദിവസം, എനിക്ക് ഞാൻ അകപ്പെട്ട ദിവസം ആരുടേതാണ്? 2 ദിവസം. ഒന്ന്, ഞാൻ ഈ ദുനിയാവിൽ ശേഷിച്ച ദിവസം. 2, ഇവിടുന്ന് അങ്ങോട്ട് പുറത്തിറങ്ങിയിട്ടില്ല എല്ലാ ദിവസവും. ഞാൻ സ്വർഗത്തിൽ കയറിയിട്ടൊരു ദിവസം ഉണ്ടോ, ആ ദിവസം ലഭിക്കാണ്. 1000 കൊല്ലം ലഭിക്കാണ്. അവരെ കൊണ്ടാണ് ഈ ഭൂമി നിലക്കണത്. അവർക്ക് വേറൊരു ലക്ഷ്യമല്ല, ആരല്ലാതെ. നമുക്ക് ഇതൊക്കെ ആയിട്ടും ഈ പാട്ടിൽ ബൈതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഹൃദയം പോയിട്ടില്ല. അത് നമുക്കത് അറിയില്ല, അത് നമുക്കറിയില്ല. മനസ്സിലായില്ല? അത് നമുക്കറിയില്ല. നമ്മൾ തന്നെ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഭൂമിൻ്റെ അടിയിൽ ത്വരക്ക് കുഴിക്കലാണ് കണികാ പരീക്ഷണം. ഈ കണ്ണ് പൂട്ടുന്ന യന്ത്രത്തിന് കഴിവെന്ന് പറഞ്ഞ സാധനമുണ്ട്. അങ്ങനെ പിടിച്ചു കൊടുക്കും. അങ്ങനെ പിടിച്ചാൽ ഭൂമിയെ പിളർത്തും, ഭൂമിയെ കുഴിക്കും. കണികാ പരീക്ഷണത്തിൻ്റെ ഒരു മെഷീൻ ഉണ്ടാവും. അതിൻ്റെ പണി ഇതിനെടുക്കാൻ കഴിയില്ലല്ലോ. പക്ഷെ രണ്ടിനും പണി ഭൂമി കുഴിക്കൽ തന്നെയല്ലേ, തിരിഞ്ഞിട്ടില്ല. നമ്മളെ കഴിവ് എവിടേക്കേ പോകുള്ളൂ? ഈ ഇത്തര 1.5 അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളെ കഴിവിന് പോകാൻ കഴിയില്ല. പിന്നെ എങ്ങനെ നമ്മൾ കണികാ പരീക്ഷണം നടത്തും? കണികാ പരീക്ഷണത്തിന് അപ്പുറത്താണ് നബി. അപ്പോൾ അതിന് വലിയ കഴിവ് വേണം. അപ്പോൾ ഇബ്രാഹിം നിയാസിൻ്റെ കയ്യിലുള്ള കഴിവ് നമ്മളെ കയ്യിൽ ഇല്ല, നമുക്കത് അറിയില്ല. അപ്പോൾ നമ്മളിതെങ്ങനെയാണ്? നമ്മൾ ട്രാക്ടറിന് മേലെ കയറി കുത്തിരുന്നാൽ ചായ ഉണ്ടോ നോക്കണ പണിയാണോ ഡ്രൈവർക്ക്? അതേപോലത്തെ നമുക്ക് ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് ചീരണ്ടിൻ്റെ ബിരിയാണി പാത്രം പൊട്ടിക്കാണെങ്കിൽ നമുക്കൊള്ളൂ. നമുക്ക് എന്ത് നബി? ലഹു, നബിക്ക് തന്നെയാണ് യൗമാനി. ലഹു മിന്നിയൽ യൗമാനി യൗമുൻ ബഖീതു വയൗമുൻ വഅഫീഹി ഫീ വൈറാ മുഖദ്ദസിൻ, ഒരു കെട്ടുപാടുമാക്കപ്പെടാത്ത നിലയിൽ ഞാൻ ഖബറിൽ കിടക്കുമ്പോൾ ഒരു കെട്ടുപാടും എനിക്കുണ്ടാവില്ല. അന്ന് ഞാൻ ഒരു പ്രശ്നവും എനിക്കുണ്ടാവില്ല. അന്ന് നബിക്ക് അറിയാം ഞാൻ ആരാണ്. ഞാൻ നബിക്ക് എന്നെ സമർപ്പിക്കും. ഞാൻ മഹ്ശറിൽ അന്ന് എനിക്കൊരു കെട്ടുപാടും ഉണ്ടാവില്ല. അന്നും എൻ്റെ ദിവസം നബിക്കാണ്. പിന്നെ ഞാൻ സിറാത്ത് പാലത്തിൽ കയറും, അന്ന് എൻ്റെ ദിവസം നബിക്ക് തന്നെയാണ്. പിന്നെ ഞാൻ ഔലുൽ കൗസറിന്റെ കരയിൽ വരും. അപ്പൊ അവിടുന്ന് ഒരു കോപ്പെടുത്താൽ കുടിച്ചുകൂടി ഇബ്രാഹിമേ എന്ന് പറഞ്ഞാൽ ഞാൻ കുടിക്കൂല. ഞാൻ നബി എന്നാലേ കുടിക്കുള്ളൂ. ഞാൻ നബിക്ക് വേണ്ടി ഞാൻ ഔലുൽ കൗസറിന് വന്നതല്ല, നബിന്റെ കയ്യിൽ നിന്ന് കോപ്പെട്ടാൻ വന്നതാണ്. എനിക്ക് വെള്ളത്തിനേക്കാളും പ്രശ്നം ആ വെള്ളം തരുന്ന കൈയാണ്. എനിക്ക് സ്വർഗത്തിനേക്കാളും വലിയ സ്വർഗത്തിന് വേണ്ടി എനിക്ക് റെക്കമെൻഡ് ചെയ്ത ആളാണ് ഞാൻ. നബിന്റെ റെക്കമെൻഡ് കയറിയതാണ് എന്ന് പറയുമ്പോൾ എനിക്കൊരു അഭിമാനമുണ്ട്. ഞാൻ നബിന്റെ ആളാണ്. അപ്പൊ ഞാൻ നബിന്റെ ആളായി. ഞാൻ എൻ്റെ നിസ്കാരം നോമ്പുകൊണ്ട് കയറാൻ കരുതണമെന്നല്ല, ഞാൻ നബിനെ കൊണ്ടേ കയറുള്ളൂ. എനിക്ക് എവിടെയാ എൻ്റെ 2 ദിവസം നബിക്കാണ്. 2 ദിവസം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും എന്നാണ് അതിനർത്ഥം. അതായത് ഏതാ 2 ദിവസം? ഞാൻ ഈ ദുനിയാവിൽ ശേഷിക്കുന്ന ഒരു ദിവസം. അതെന്നാണെങ്കിൽ ഇന്ന്, നാളെങ്കിൽ നാളെ. 2, ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ടുള്ള ദിവസം. ഖബറാണെങ്കിൽ ഖബറിൻ നബിക്കാണ്, മേശറാണെങ്കിൽ നബിക്കാണ്, ഫിർദൗസാണെങ്കിൽ നബിക്കാണ്. ഒന്ന് ഓർക്ക ചെല്ലി മനുഷ്യന്മാരെ. ഒരു ദിവസവും അന്ന് ഞാൻ പൂർത്തിയാക്കി വിട്ടും ആ ദിവസത്തിൽ നബിക്ക് എന്നെ തന്നെ, ഞാൻ നബിയുടെ ആളാന്ന് നബിക്കിന്റെ മുന്നിൽ സമർപ്പിക്കും. അന്ന് ഞങ്ങൾക്കിടയിൽ ഒരു മറയുണ്ടായില്ല, ഒരു കെട്ടുപാടുമില്ലാത്ത നിലയിൽ ഞാൻ അഭിമുഖമായി നബിയുടെ മുന്നിൽ എന്നെ സമർപ്പിക്കും. ആ ദിവസവും നബിക്ക് തന്നെയാണ്. പിന്നെ എന്റെ ഹൃദയത്തിന്റെ കറുപ്പിൽ ഇറങ്ങിയിട്ടുണ്ട് അഹ്മദു, അഹ്മദ് എന്ന ആൾ. ലാ അന ബബാഗിൻ സിവാഹു, വേറൊരാളെയും ഞാൻ അന്വേഷിച്ചു പോവുകയില്ല. മുതജസ്സിൻ, നബിക്കൊരു ചാരപ്പണി എടുക്കുകയുമില്ല.
ഇനി അതിൻ്റെ അപ്പുറത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ അന്വേഷിക്കൂല. നബിൻ്റെ അപ്പുറത്ത് ഒരാൾ അന്വേഷിച്ചാൽ ജാസൂസിൻ്റെ പണിയാണ്. എന്തുകൊണ്ട്? നബിൻ്റെ അപ്പുറത്ത് ഒരാൾ അന്വേഷിക്കൽ തിന്മയാണ്. അത് തിന്മയുടെ അന്വേഷണമാണ്. ഞാൻ നബി അല്ലാത്ത ഒരാളെ അന്വേഷിക്കൂല. എന്തുകൊണ്ട്? നബി കിട്ടിയാൽ ഇനി വേറെ ആരെങ്കിലും നബിന്റെയും നബി ഉണ്ടോ എന്ന് അന്വേഷിക്കൽ എന്താണ്? അത് ജാസൂസിൻ്റെ പണിയാണ്. അത് നന്മയില്ല. അതെന്താ? ഞാൻ മുത്തജസ്സിസ് ആവൂല, എനിക്ക് നബി മതി. പിന്നെ വഹല്ല ഇറങ്ങി സവാദൽ കൽബി, എൻ്റെ ഹൃദയത്തിൻ്റെ കറുപ്പിൽ ഇറങ്ങി അഹ്മദ് എന്ന മനുഷ്യൻ. അന ഞാനല്ല, ബിബാഹിൻ ആഗ്രഹിക്കുന്ന ആളല്ല, സിവാഹു നബി അല്ലാത്ത ഒരാളെ, അല്ല വലാ മുത്തജസ്സിസിൻ അതിനപ്പുറം മറ്റൊരാൾ അന്വേഷിക്കുന്ന ആളുമല്ല. ലഹുൽ യൗമ മിന്നി മിസ്ല മാ മൻ ലംസി ഖബ്ലഹു കറാക്കൽ വദുല്ലാതി ലിഹബി വമൽമസി. ലഹു നബിക്കാണ് അൽ യൗമു മിന്നി എൻ്റെ ഇന്നത്തെ ദിവസം, മിസ്ല മൽ ലംസി ഇന്നലെയും നബിക്കായിരുന്ന നിലയിൽ, ഖബ്ലഹു ഇന്നിന്റെ മുമ്പ്, കറാക്കൽ വദുല്ലാതി വരാൻ പോകുന്ന നാളെയും നബിക്ക് തന്നെയാണ്. എല്ലാം ലിഹബി എൻ്റെ പ്രേമഭാജനത്തിനാണ്, വമൽബസി എൻ്റെ അന്വേഷണത്തിന്റെ അന്വേഷണമായ പുണ്യ റസൂലിനാണ്. ഒന്നിന്റെ കൂടെ ഇതൊക്കെ മനസ്സിലാവണില്ല സിനാന്. കിട്ടാത്ത പദം എന്നോട് ചോദിക്കണം കേട്ടോ. നോക്ക്, ലഹുൽ യൗമു മിന്നി മിസ്ല മൻ ലംസി ഖബ്ലഹു കറാക്കൽ ഗദുൽ ആതി ലിഹബ്ബി വമൽമസി. മൽമസ് അന്വേഷിക്കപ്പെടുന്ന വ്യക്തി, ലിഹബ്ബി എൻ്റെ പ്രേമവാചനം, വമൽമസി എൻ്റെ അന്വേഷിക്കപ്പെടുന്ന വ്യക്തി. ആൾക്ക് വേണ്ടി ലഹു ആ നബിക്കാണ് അൽ യൗമു മിന്നി എൻ്റെ ഇന്നത്തെ ദിവസം, മിസ്ലമൽ അംസി ഖബ്ലഹു ഇന്നിനു മുമ്പുള്ള ഇന്നലെയും നബിക്കായിരുന്നു, കദാക്കൽ ഗദുൽ ആതി അപ്രകാരം വരാനുള്ള നാളെയും നബിക്ക് തന്നെയാണ്. അതെല്ലാം ലിഹബ്ബി എൻ്റെ പ്രേമഭാജനത്തിനും, മൽമസി ഞാൻ എന്നാൽ അന്വേഷിക്കപ്പെടുന്ന, ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ മഹാനായ നബിക്കാണ്. തതറസ്തു ബിൽ ബദ്രിൽ മുദീനു ഫഇന്നഹു സിനാനി വസംസാമി ബിലൈലിൽ അറന്തസി. തതറസ്തു ഞാൻ പരിരക്ഷയുടെ കവചമണിഞ്ഞു, ബിൽ ബദ്രിൽ മുനീർ ബദ്റുൽ മുനീറായ നബിയെ കൊണ്ട്. ഫഇന്നഹു ആ നബിയാണ് സിനാനി എൻ്റെ കുന്തം, വസംസാമി എൻ്റെ വാള്, ബിലൈലിൽ അറന്തസി ശത്രുക്കൾ മൂടി നിൽക്കുന്ന അതികഠിനമായ രാത്രിയിൽ പോലും എൻ്റെ കൂടെ ഒരാൾ വേണ്ട. എൻ്റെ കൂടെ ആരുണ്ട്? നബിയുണ്ട്. എനിക്കൊരാളും വേണ്ട, ഒരാളും വേണ്ട, എനിക്ക് നബി ഉണ്ടല്ലോ. തതറസ്തു ഞാൻ കവചമണിഞ്ഞു. യുദ്ധത്തിൻ്റെ പടച്ചട്ടക്ക് തിർസ് എന്ന് പറയും, അതാണ് തതറസ്തു. ഞാൻ തിർസണിഞ്ഞു. തിർസ് എന്ന് പറഞ്ഞാൽ പടച്ചട്ടയണിഞ്ഞു, പ്രതിരോധത്തിൻ്റെ ആഭരണമണിഞ്ഞു. ബിൽ ബദ്രിൽ മുനീർ ബദ്റുൽ മുനീറായ നബിയെ കൊണ്ട്. ഫൈന്നഹു ആ നബിയാണ് എനിക്ക് പടച്ചട്ട നബിയാണ്. ഫൈന്നഹു അതിൻ്റെ പുറത്ത് നബിയാണ്. സിനാനി എൻ്റെ എന്ത് കുന്തം, വസംസാമി എൻ്റെ വാള് എന്ന്. ശത്രുക്കൾ ഏറ്റവും വലയം ചെയ്യുന്ന അതിഭീകരമായ രാത്രിയിൽ പോലും ആരും സഹായത്തിനുമില്ല. രാത്രിയാണ്, ഒരു വെളിച്ചമല്ല, ശത്രു 4 ഭാഗം ഞാൻ പൊതിഞ്ഞു നിൽക്കുകയാണെങ്കിലും നിങ്ങൾ ആരും എൻ്റെ ഒപ്പം പോരണ്ട, എനിക്കാരും മതി, ബദൽ മുനീർ മതി. ശത്രുവിനെ അങ്ങോട്ട് ആക്രമിക്കാൻ എൻ്റെ കയ്യിൽ കുന്തമുണ്ട്, അതും നബി തന്നെയാണ്. വാളുണ്ട്, അതും നബി തന്നെയാണ്. പരിചയുണ്ട്, അതും നബിയാണ്. എന്നെ സംരക്ഷിക്കണമെന്ന് നബിയാണ്. എൻ്റെ കയ്യിലുള്ള വാളും നബി തന്നെയാണ്. കാരണം ഞാൻ അങ്ങനെ സമർപ്പിച്ചിട്ടുണ്ട്. ആർക്ക്? സുഹാഗ്. ഭയങ്കര ഇങ്ങനത്തെ ഒരു വരി പൂർത്തിയില്ല, ഒരു വരി. ഒരു വരിയില്ല. എന്തുകൊണ്ട്? അക്കാലത്ത് ജീവിച്ച ഒരു സാധാരണ പണ്ഡിതനാണ് ആര്? ബുസൂരി. 20-ാം നൂറ്റാണ്ടിൽ ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതനാണ് ഇബ്രാഹിം നിയാസ്. അപ്പം ആ വരികൾക്ക് വ്യത്യാസം ഉണ്ടാവും. ഒരു ഡിക്ഷണറി ഉണ്ട് എടുത്ത ചങ്ങൾക്ക് ബുർദാർത്ഥം വെക്കാം, എന്നാൽ ഇത് നടക്കൂല. ഇത് ഭയങ്കര പണിയാണ്. പിന്നെ സുബൈൻ സ്കെച്ചിട്ട് ക്ലാസ്സുള്ള ദിവസം സുബൈൻ സ്കെച്ചിട്ട് ഒരു ഫാത്തിയ ഏറെ എക്സ്ട്രാ ഒതും ഇബ്രാഹിം നിയാസ് തങ്ങൾക്ക്.
പിന്നെ അങ്ങനെയാണ് ലെവലായി വരും. ചില ആശയങ്ങൾ കൂടി ക്ലിയറായിട്ട് വരും. ഇപ്പം ഞാൻ പറഞ്ഞ ലഹുൽ കഅബത്തുൽ പിന്നെ ഹുവൽ ഐനു ഐനുൽ ഹാഉ ഹുവിയത്തിൻ വൽ ഹാഉ ഐനുഹു എന്ന് പറഞ്ഞല്ലോ. അതിന് ഞാൻ ഇവിടെ വന്നിരുന്ന് പറഞ്ഞ അർത്ഥമാണ് ഞാൻ ലാസ്റ്റ് കണ്ടെത്തിയ അർത്ഥം. ഇവിടെ എത്തുന്നതിന് മുമ്പ് കണ്ടെത്തിയതിനേക്കാളും വലിയ ഒരർത്ഥം ഇവിടെ വന്നിട്ട് വന്നത്. അവിടെ തന്നെ ഞങ്ങളോട് പറഞ്ഞ അല്ലാഹു അഅലം എന്ന് കിട്ടാവുന്ന പരമാവധി. ഹുവൽ ഐനു, ഈ ലോകത്തെ എല്ലാത്തിൻ്റെയും അടിത്തറയായ തടാകം. ആ തടാകത്തിൽ നിന്നാണ് എല്ലാവർക്കും ഉറവ കിട്ടിയത്. അത് നബിയാണ്. ഐനുൽ ഹാഇ, അത് ഹാ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൂയാണ്, അള്ളാഹു, അവൻ്റെ പ്രത്യേക തടാകമാണ്. വൽ ഹാഉ ഐനുഹു, ആ ഹുവയാണ് ഈ ഐനിൻ്റെ ഐന്. ഐനുഹു ഐനുൽ ഐനി, ഈ തടാകത്തിന് സഹായം കിട്ടിയ തടാകം ആണ്. ആര്? അള്ളാഹു. ഇതൊരു ഏകദേശം ഒപ്പിക്കാവുന്ന അർത്ഥമാണ്. ബാക്കി അല്ലാഹു അഅലം. മനസ്സിലായില്ലേ? ഇതൊക്കെ ഇങ്ങനെയാണ്. തതറസ്തു ബിൽ ബദരിൽ മുനീരി ഫഇന്നഹു സിനാനി വസംസാമി ബിലൈലിൽ അറന്തസി അറന്തസി. ഞാൻ ആദ്യം മുതൽ ഒന്ന് എടുക്കി കഴിഞ്ഞു. വല്ലാത്തൊരു ദിവസം, വല്ലാത്ത ദിവസം. جناب الهاشمي المقدس سلامي يزري كل مسك ونرجسي راني قد أطلقت طرفي ذا هوى بما فسمت بما تعيا به كل إرمسي يلومونني فازددت شوقا ومغرما لجنب الأمام الأريحي المقدس ذهبت لعم الله في كل مذهب لدرك رسول الله غير مؤيسي له عين آلاف من الحجب شاهدا تهيار في خاطر المتحسس هو العين عين الهاء والهاء عينه له الكعبة العليا عليا له بيت مقدسي له طيبة الطيبة ودار مقامتي وله الخلد والفردوس خير معرسي ودار سلام بعد عدن وأزلفات وتلميس مداحا له كل ملمسي ومأوى وجنات النعيم تزينت لخادمه تزهو بلع كل ملبسي ولم يبغي غير المصطفى وحبيبي ولم يرض بالفردوس دون تقدسي له مني اليومان يوم بقيت ويوم وافي في ويرام كردسي وهلا سواد القلب أحمد لا أنا بباغ سواه لا ولا متجسسي له اليوم مني مثل له اليوم مني مثل من لمس قبله كراك الغد اللاتي لهبي وملمسي تترست بالبدر المنير فإنه سناني وصمصامي بالليل الأرندسي. الله لك الحمد لك الحمد لك الحمد الله. ഇന്നും അല്ലാഹുവിൻ്റെ ഹബീബിനെ പറ്റി പറയാൻ കഴിഞ്ഞല്ലോ പഠിച്ചവനെ. എന്താണ് പഠിച്ചവനെ? അല്ലാഹ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ, ഈ മജ്ലിസിലുള്ള എല്ലാവർക്കും നിൻ്റെ റഹ്മത്തിൻ്റെ വാതിൽ തുറന്നു തരണം യാ റബ്ബ്.